നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഭാഗ്യമില്ല എന്ന്. എന്നാൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പറയും നമ്മളെല്ലാം എത്രയോ ഭാഗ്യവാൻ. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ചിരി തരുന്ന കുറച്ച് അൺലക്കി മൊമെന്റ്സ് ആണ്. ടെൻഷനെല്ലാം മാറ്റിവെച്ച് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് എടുക്കാം. ഓട്ടോമാറ്റിക് ഗേറ്റുകൾ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഗേറ്റുകൾ ചിലപ്പോൾ തള്ളി തുറക്കുവാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും ഒരാൾ സാഹസികമായി ഗേറ്റിന് മുകളിലൂടെ കയറി മറുവശത്ത് എത്തുവാൻ ശ്രമിക്കുന്നത്. ആള് വളരെ കഷ്ടപ്പെട്ടാണ് ഗേറ്റ് ചാടുന്നത്. എന്നാൽ ആ സമയം അവിടുത്തെ മുതലാളി പുറത്തേക്ക് പോകുവാൻ വേണ്ടി ഓട്ടോമാറ്റിക് ഗേറ്റിന്റെ സ്വിച്ച് ഒന്ന് അമർത്തി. പക്ഷെ ആ അമർത്തിൽ പണി കൊടുത്തത് ഈ പാവത്തിനായിരുന്നു. അവസാനം റബ്ബർ ബാൻഡ് വലിയുന്ന പോലെ ഒരു വലിച്ചിലായിരുന്നു. കൈയൊന്ന് വിട്ടാലോ തലയടിച്ച് നിലത്ത്. എന്തൊരവസ്ഥയാണല്ലേ. വർക്ക്ഷോപ്പുകളിൽ മെഷീനുകൾ കേടാകുന്നത് സാധാരണ കാര്യമാണ്. ഈ കാർ വർക്ക്ഷോപ്പിലെ ഒരു ഓയിൽ ഡിസ്പെൻസർ എന്തോ പ്രശ്നം പറ്റി ഓയിൽ മുഴുവൻ പുറത്തേക്ക് പോവുകയാണ്. അവിടെ നിന്നിരുന്ന എല്ലാവരും ഒറ്റയോട്ടം. അതിനുശേഷം ഒരു ജോലിക്കാരൻ സൂപ്പർ ഹീറോ ആയിക്കൊണ്ട് ധൈര്യപൂർവ്വം വന്ന് മെഷീൻ ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പാവത്തിന് പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ആ വ്യക്തി ഇനി ഒരു സൂപ്പർ ഹീറോ ആകുവാൻ ശ്രമിക്കില്ല എന്ന് ഉറപ്പാണ്. ചെറിയൊരു പരീക്ഷണവുമായിട്ടാണ് അമ്മൂമ്മ വന്നിരിക്കുന്നത്. പെപ്സിയിൽ മെൻഡോസ് ഇട്ടാൽ എന്ത് സംഭവിക്കും എന്നറിയുവാൻ വേണ്ടി മെൻഡോസ് എടുത്ത് പെപ്സി കുപ്പിയിലേക്ക് ഇട്ടു. കണ്ണിനൽപ്പം കാഴ്ചക്കുറവുള്ളതുകൊണ്ട് സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. മെൻഡോസ് തെറിച്ച് അമ്മൂമ്മയുടെ വായ്ക്കുള്ളിൽ കയറിയോ എന്ന് ഒന്ന് നോക്കേണ്ടി വരും. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ വണ്ടി ഇടിക്കും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അത്രയധികം ശ്രദ്ധയോടെയാണ് റോഡ് ക്രോസ് ചെയ്യാറുള്ളത്. ഈ വ്യക്തിയും എല്ലാവരെയും പോലെ തന്നെ ശ്രദ്ധയോടെ റോഡ് ക്രോസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഇദ്ദേഹം രണ്ടു വശത്തേക്കും നോക്കി വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ കഷ്ടകാലത്തിന് ഹോണടിക്കാതെ വന്ന ഒരു കുരുത്തം കെട്ട പട്ടി പാവത്തിനെ ഇടിച്ച് താഴെയിട്ടു. എത്രയൊക്കെ സൂക്ഷിച്ചാലും കിട്ടാനുള്ള പണികൾ കറക്റ്റായിട്ട് കിട്ടിയിരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. കുട്ടികൾ കളിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ കണ്ടാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. അതിപ്പോൾ എത്ര പ്രായമായാലും. ഒരു ഡെലിവറി ബോയ് ഒരു വീട്ടിലേക്ക് സാധനങ്ങൾ ഡെലിവർ ചെയ്യാൻ പോവുകയാണ്. ഡെലിവറി ബോയ്ക്ക് ഒരു കുട്ടിത്തമുള്ള മനസ്സുള്ളത് കൊണ്ട് അവിടെ കിടന്ന ബോൾ അടിച്ചു തെറിപ്പിച്ചു. പിന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളിപ്പാട്ടത്തിൽ കയറി ചാടാൻ തീരുമാനിച്ചു. കുട്ടിത്തം ലേശം കൂടിയതിന്റെ വികൃതിയായിരുന്നു പിന്നീട് കണ്ടത്. മെട്രോ സ്റ്റേഷനിൽ വെച്ച് ഡാൻസ് ചെയ്ത് വൈറലാകാനുള്ള ശ്രമത്തിലാണ് ഈ വ്യക്തി. ആളെന്തായാലും ഒരു മിടുക്കൻ തന്നെയാണ്. പക്ഷെ വൈറലായത് ഡാൻസ് കളിച്ചത് കൊണ്ടല്ലെന്ന് മാത്രം. ഒരു ടഫ് സ്റ്റെപ്പ് ഇട്ടതിന് ശേഷം സൈഡിലേക്ക് മാറിയതും അവിടെ ഇരുന്ന ബാഗ് കാലിൽ കുടുങ്ങി നേരെ ട്രെയിനിന്റെയും പ്ലാറ്റ്ഫോമിന്റെയും ഗ്യാപ്പിലേക്ക്. എന്തെങ്കിലും കാണുമ്പോഴേക്കും അതിലേക്കൊന്ന് തൊഴിക്കാൻ തോന്നുന്ന മറ്റൊരു വ്യക്തിയാണ് ഇത്. റോഡിലൂടെ വന്ന ഒരു ബോൾ ടൂർണമെന്റുകൾ ജയിച്ച് അതിന്റെ വിന്നിംഗ് ട്രോഫി കിട്ടുമ്പോഴുള്ള ഓരോ ടീമിന്റെയും ആഘോഷങ്ങൾ കാണുവാൻ തന്നെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ ടീമിന്റെ ആഘോഷം കണ്ടിട്ട് ചിരിക്കണോ അതോ കരയണോ എന്നൊരു സംശയം. അല്പം ആവേശം കൂടിപ്പോയതാണ്. പണിയെടുത്തതെല്ലാം വെറുതെ ആയിപ്പോയി. മീൻപിടുത്തക്കാർക്ക് ഓരോ മീൻ കിട്ടുമ്പോഴും സന്തോഷം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ മീൻ പിടിക്കുവാൻ എത്ര കഷ്ടപ്പെടുവാനും അവർ തയ്യാറാണ്. ദാ ഇതുപോലെ. എന്നാൽ ഒരുപാട് മീനുകളെ കിട്ടിയിട്ടും വിഷമിക്കേണ്ടി വന്ന രണ്ടു പേരാണ് ഇത്. വല കഷ്ടപ്പെട്ട് ഉയർത്തിയപ്പോൾ കീറിപ്പോയി. മീനുകൾ മുഴുവൻ തിരിച്ച് വെള്ളത്തിലേക്കും പോയി. ഇതിലും ഗതികെട്ടവർ വേറെ ആരാണല്ലേ ഉള്ളത്.
വൈൻ ബോട്ടിൽ ഓപ്പൺ ചെയ്യുവാനുള്ള ചെറിയൊരു ലൈഫ് ഹാക്ക് ഷൂട്ട് ചെയ്യുകയാണ് ഈ വ്യക്തി. വിജയകരമായി ബോട്ടിൽ തുറന്നെങ്കിലും ഒരു തുള്ളി വൈൻ പോലും കുടിക്കാൻ കിട്ടിയില്ല. ഫുട്ബോൾ മാച്ചിനിടയിൽ ജോസു ഡുവാർജർ എന്നൊരു ഗോൾ കീപ്പറിനുണ്ടായ നിർഭാഗ്യമാണ് ഈ സംഭവം. സ്വന്തം ടീമിലെ ഒരു താരം ഗോൾ കീപ്പറിന് ബാക്ക് പാസ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ നിർഭാഗ്യം കാരണം ബോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ സെൽഫ് ഗോളായി മാറുകയായിരുന്നു. വിജയം ആഘോഷിക്കുവാൻ വ്യത്യസ്ത രീതികൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് ഇത്. ഫിനിഷിങ്ങിന് തൊട്ട് മുൻപിലായി ഒരു അഭ്യാസം കാണിച്ചതാണ്. പണിയറിയാവുന്നവർ ആളെ പറ്റിച്ച് ഒന്നാമതെത്തി. ബോയ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ മതിമറന്ന് ആഘോഷിക്കുന്ന കാമുകിയാണ് ഇത്. ആഘോഷത്തിനിടയ്ക്ക് എന്തോ കരിഞ്ഞ മണം കിട്ടി. നോക്കിയപ്പോൾ മുടി കത്തുന്നു. കാമുകിയുടെ മുടി കത്തിയിട്ടും അത് മൈൻഡ് ചെയ്യാത്ത കാമുകനാണ് ഇവിടെ ഏറ്റവും വലിയ തോൽവി. ദാഹിച്ചിരിക്കുന്ന പട്ടിയുടെ മുൻപിൽ വെള്ളവും പിടിച്ച് നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ ദാ ഇതുപോലെ ഇരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വ്യത്യസ്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.